വള്ളിയമ്മ ഒരു ശിവഭക്തയാണ്. ആദ്യമായി ദീപം കെട്ടത് നമ്മുടെ വരവുകൊണ്ടാണെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. മഹാരാജൻ സർവാധികാരങ്ങൾ നൽകിയാണ് നമ്മെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. വന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ വാക്കുകൾക്ക് എതിർവാക്കുകൾ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു. അനുവദിക്കില്ല നാം. ക്ഷേത്രഭരണത്തിന്റെ അലകും പിടിയും മാറേണ്ടിയിരിക്കുന്നു. പലരുടെയും പ്രവൃത്തികൾക്കും തടയിടേണ്ടി വരും. പലരുടെയും നാവിന് താഴിടേണ്ടിയും വരും. സർവ്വതും നമ്മുടെ കാൽക്കീഴിലാക്കിക്കൊണ്ടുള്ള കരികാലന്റെ ക്ഷേത്രഭരണം പലരുടെയും ഉറക്കം കെടുത്തിയിരിക്കും. വഴിമാറുക. വള്ളിയമ്മേ, മീനാക്ഷി, ഏകാധിപത്യത്തിനും ക്രൂരതയ്ക്കും മുൻ മേലധികാരിയെ കടത്തിവിട്ടുന്നവനാണ് പുതിയ മേലധികാരിയെന്ന് തോന്നുന്നു. എന്നെ ദീപം തൊഴാൻ അനുവദിക്കാത്ത കൊണ്ടാണ് ദീപം കെട്ടതെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഞാൻ അധികാരിയുടെ കണ്ണിലെ കരടായി കഴിഞ്ഞു. വിഷമിക്കാതെ മീനാക്ഷി. അധികാരിയുടെ തെറ്റിന് തൽക്ഷണം ഭഗവാൻ ദൃഷ്ടാന്തം കാട്ടിക്കൊടുത്തില്ലേ? അങ്ങനെ ഭഗവാൻ പല പാഠങ്ങളും പഠിപ്പിച്ചോളൂ. ശംഭോ മഹാദേവ. പുതിയ അധികാരി നമുക്കെന്നും ഭീഷണി തന്നെയായിരിക്കും. ശ്രീകോവിലിന് മുന്നിൽ തൊഴാൻ ഭാവിച്ചവരെ ബലമായി തള്ളി മാറ്റുന്ന അധികാര ഗർവ്. അങ്ങനെയുള്ള ഒരാളിൽ നിന്നും ഒരു നീതിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. നീതി പ്രതീക്ഷിക്കാം ഗുണാളനും വളർമതിക്കും. അധികാരി വന്ന് കയറും മുമ്പ് അവർ മണിയടിക്കാൻ തുടങ്ങിയില്ലേ? അധികാരി എങ്ങോട്ട് പോയാലും പിന്നിൽ നിഴല് പോലെ അവരും ഉണ്ടാകും. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഭീഷണി. ശ്രീകോവിലിന് മുന്നിൽ വെച്ച് നമ്മൾ തിരുമേനിക്ക് അനുകൂലമായി സംസാരിച്ചില്ലേ? അതോടെ നമ്മൾ അധികാരിയുടെ ശ്രദ്ധാകേന്ദ്രമായി കഴിഞ്ഞു. ഇനി ഗുണാളന്റെയും വളർമതിയുടെയും ഏഷണി കൂടിയാകുമ്പോ നമ്മൾ അധികാരിക്ക് ബദ്ധശത്രുക്കളാകും. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയട്ടെ മുത്തശ്ശി? പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞത് കേട്ടത് വെച്ച് പറയുക. അധികാരി വന്നു കയറിയപ്പോ തന്നെ മുത്തശ്ശിയും ചേച്ചിയും തിരുമേനിയെ അനുകൂലിച്ച് സംസാരിക്കരുതായിരുന്നു. മൗനം പാലിച്ചാൽ മതിയായിരുന്നു. ഓ, അങ്ങനെ മൗനം പാലിച്ചാൽ ഞങ്ങളും ഗുണാളനും വളർമതിയും തമ്മിൽ എന്താ വ്യത്യാസം? അവിവേകവും അനീതിയും എവിടെ കണ്ടാലും പ്രതികരിച്ച പാരമ്പര്യമേ ഈ മുത്തശ്ശിക്കുള്ളൂ. അറിയില്ലേ നിനക്ക്? മഹാമൂദേവിയായ ഭൈരവയുടെ ആവശ്യപ്രകാരം ആധാര വ്യവസ്ഥ മാറ്റി എഴുതിയാൽ അവളിൽ നിന്ന് നേരിടുന്ന ഭീഷണി അവസാനിക്കില്ലേ? മുത്തശ്ശി എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ന്യായവും നീതിയുമല്ലാത്തതുകൊണ്ട്. മനസ്സിലായോ? ഭക്തിയോ ദൈവഭയമോ ലവലേശം പോലും ഇല്ലാത്തവനാ മേലധികാരി. കർപ്പൂരദീപവും പ്രസാദവും ആദ്യം തനിക്കെന്ന ദുശ്ശാഠ്യമുള്ളവൻ. തൃക്കടയൂരപ്പ ഭഗവാനെ എന്നാരും ഉച്ചരിക്കാൻ പാടില്ല. കലികാലനപ്പ ഭഗവാനെ എന്ന് മാത്രമേ ഉച്ചരിക്കാവൂ എന്ന് അയാള് കൽപ്പന പുറപ്പെടുവിച്ചാലോ? ഹിരണ്യാക്ഷനെ പോലെ അത് നിങ്ങൾ അനുസരിക്കുമോ? അതോ എതിരായി പ്രതികരിക്കുമോ? കനിമഴയെ വിഷമിപ്പിക്കാതമ്മേ. അവള് കൊച്ചുകുട്ടിയല്ലേ. നമ്മളെപ്പോലെ അനുഭവ പാരമ്പര്യമൊന്നും അവൾക്കില്ലല്ലോ. ഭാവിയിലെങ്കിലും കുട്ടികൾക്ക് അതുണ്ടാകണം. സത്യത്തെ അനുകൂലിച്ചതുകൊണ്ട് കരികാലൻ ബദ്ധശത്രുവാകുമെങ്കിൽ ആയിക്കോട്ടെ. ശംഭോ മഹാദേവ. ഗുണാള
പറയണോ അങ്ങുന്നേ? നമുക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ നാട്ടുരാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഈ തൃക്കടയൂർ ക്ഷേത്രം. അറിയാം. മഹാരാജൻ കൂടുതൽ ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ശിവപെരുമാളാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഭരണസാമർഥ്യമില്ലാത്ത മുൻ മേലധികാരികൾ മുഖേന ക്ഷേത്രകാര്യങ്ങൾ ആകെ താളം തെറ്റിക്കിടക്കുകയാണ്. മൊത്തത്തിൽ ഒരു അഴിച്ചുപണി നടത്തേണ്ടി വരും. ഭരണതന്ത്രജ്ഞനായ അങ്ങെന്ന് വിചാരിച്ചാൽ അഴിച്ചുപണിക്കാണോ പ്രയാസം? അങ്ങേക്ക് തോന്നുന്ന വിധത്തിൽ എന്തധികാരവും പ്രയോഗിക്കാമെന്ന് മഹാരാജൻ കൽപ്പിച്ച് അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. അഴിച്ചുപണി തുടങ്ങിക്കോ അങ്ങന്നേ. നമ്മുടെ മേൽശാന്തിക്കാരൻ ആളെങ്ങനെ? പൂജയും കർമ്മങ്ങളും ഒക്കെ ശാസ്ത്രീയ വിധി പ്രകാരം ചെയ്യുന്നുണ്ട്. പക്ഷേ ചില പ്രത്യേക വ്യക്തികളോടാണ് മേൽശാന്തിക്ക് കൂറും താല്പര്യവുമൊക്കെ. മേൽശാന്തിക്ക് തികഞ്ഞ പക്ഷാഭേദമുണ്ടെന്ന് സാരം. ഈ മേൽശാന്തിക്ക് ഇഷ്ടപ്പെട്ടവരാരൊക്കെയാണ്? ക്ഷേത്രത്തിലെ സ്ഥിരം സന്ദർശകയായ മീനാക്ഷി. ദീപാരാധന തൊഴാൻ ചെന്നപ്പോ നാം തള്ളിമാറ്റിയ സ്ത്രീ അല്ലേ? അതെ, അവൾ തന്നെയാണ് മീനാക്ഷി. പിന്നെ ഒരു കിഴവി വള്ളിയമ്മ, അവരുടെ പേരക്കുട്ടി കനിമൊഴി. ഇവരൊക്കെയാണ് മേൽശാന്തിയുടെ പത്യക്കാർ. ദീപാരാധന തൊഴാൻ ചെന്നപ്പോൾ തന്നെ അവരുടെ ഐക്യം നാം മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്ക് വിലങ്ങനെ നിന്ന മീനാക്ഷിയെ തള്ളിമാറ്റിയത് ശരിയായില്ല എന്ന് മേൽശാന്തി. വള്ളിയമ്മയും മീനാക്ഷിയും ഒക്കെ അയാളുടെ പക്ഷം പിടിച്ച് സംസാരിക്കുകയും ചെയ്തു. അവര് നമ്മുടെ നോട്ടപ്പുള്ളികളായി കഴിഞ്ഞുകൂടാണ്. എങ്കിൽ രക്ഷപ്പെട്ടു. എന്നെയും വളർമതിയും ഒക്കെ ശരിക്കും അവഗണിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നവരാണ് അവരൊക്കെ. അവർ ഞങ്ങളുടെയും നോട്ടപ്പുള്ളികളാണ്. ആദ്യം മേലധികാരിയുടെ അധികാരം ഉപയോഗിച്ച് നിലയ്ക്ക് നിർത്തേണ്ടതും നിയന്ത്രിക്കേണ്ടതും അവരെ തന്നെയാണ് അങ്ങുന്നേ. ഗൂഢതന്ത്രങ്ങൾ മെനയാനും രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനും ബഹുമിടുക്കിയാണ് വളർമതി. അവളുടെ സേവനവും അങ്ങൊന്ന് പ്രയോജനപ്പെടുത്തണം. എല്ലാം മേലധികാരിയുടെ ചൊൽപ്പടിയിലാക്കാൻ, അനുകൂലമാക്കാൻ കരുക്കൾ നീക്കേണ്ട സമയമായിരിക്കുന്നു. ദേവി, എന്റെ മരുമകൾ ഭൈരവിയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെയാ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അഭയം തേടിയെത്തിയത്. ഇപ്പോ അവൾ ഇവിടെ എത്തിയിരിക്കുന്നു. അവളുടെ കയ്യിൽ അകപ്പെടാതെ എന്റെ കനിമൊഴിയെ രക്ഷിക്കണേ ദേവി. വള്ളിയമ്മേ, തിരുമേനിക്കറിയോ, ഞാനും കനിമൊഴിയും ഭൈരവിയെ ഭയന്നിട്ട നാട് വിട്ടിങ്ങോട്ടെത്തിയത്. ഇവിടെയും എത്തിയിരിക്കുന്നു. വള്ളിയമ്മേ, നിങ്ങൾ ദേവിയുടെ സന്നിധിയിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഏത് ഭൈരവി വന്നാലും ദേവി അത് ദുഷ്പ്രഭമാക്കിയിരിക്കും. ഉള്ളഴിഞ്ഞ ദേവിയെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. വള്ളിയമ്മ ധൈര്യമായി പൊയ്ക്കോ. മുടങ്ങാതെയുള്ള ക്ഷേത്ര ദർശനം, അത് മാത്രമേ ഉള്ളൂ പരിഹാരം. ചെന്നു.
മുത്തശ്ശി, മുത്തശ്ശി, എന്താ മോളെ? നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടുന്നത്? ആ ഭൈരവിയമ്മായി വന്നിട്ടുണ്ട്. എവിടെ? ചുറ്റമ്പലത്തിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നത് കണ്ടു. ആ ധൂമകേതു വീണ്ടും അവതരിച്ചോ? പുതിയ അധികാരി സ്ഥാനമേറ്റെന്ന് ഗുണാളനോ വളർമതിയോ ഭൈരവിയെ അറിയിച്ചിട്ടുണ്ടാകും. ഇനി എന്താ വേണ്ടതമ്മേ? തൽക്കാലം നമുക്ക് എങ്ങോട്ടെങ്കിലും മറിഞ്ഞു നിൽക്കാം. വാ. വാ. വളർമതി, ഭൈരവി കൊച്ചമ്മയോ? ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമായിരുന്നു. കനിമണിയുടെ സ്വത്തിനു വേണ്ടിയുള്ള പോരാട്ടമൊക്കെ ഭൈരവി കൊച്ചമ്മ ഉപേക്ഷിച്ചെന്നാ ഞാൻ കരുതിയത്. ഉപേക്ഷിക്കാനോ? അങ്ങനെ ഉപേക്ഷിക്കാനൊന്നും ഈ ഭൈരവി തീരുമാനിച്ചിട്ടില്ല. അതിന് ഞാൻ മരിക്കണം. ആട്ടെ, ആ കിളവിയെയും കനിമൊഴിയെയും മീനാക്ഷിയൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. എവിടെ പോയി? ക്ഷേത്രം വിട്ടു പോയോ? അയ്യോ, അവരെങ്ങും പോയിട്ടില്ല. കുറച്ചു മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ പോയി മറഞ്ഞാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ആ വളർമതി, ഇവിടെ പുതിയൊരു മേലധികാരി സ്ഥാനമേറ്റിട്ടില്ലേ? ഉണ്ട്, കരികാലൻ അങ്ങോന്ന്. ഒപ്പം സഹായിയായ ഗുണാളനും ഉണ്ട്. കരികാലൻ? ഈ കരികാലൻ എന്റെ ബന്ധുവാണ്. മുറയ്ക്ക് എന്റെ അമ്മാവൻ. ആണോ? എങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായല്ലോ. കിളവിയെ കനിമൊഴിയെ ഇവിടുന്ന് പുകച്ചു പുറത്തിയാടിക്കാൻ മേലധികാരി അദ്ദേഹം വിചാരിച്ച കഴിയുമല്ലോ. വളരെ കർക്കശ സ്വഭാവക്കാരനാണ് മേലധികാരി അദ്ദേഹം. കഴിഞ്ഞ മേലധികാരിയും എനിക്ക് അനുകൂലമായ നിലപാടുകൾ പലതും എടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നും അങ്ങ് ഫലവത്തായില്ല. എന്നാൽ ഇപ്പൊ ഫലവത്തായിരിക്കും. എന്റെ സഹായം എല്ലാ കാര്യത്തിനും ഉണ്ടായിരിക്കും. എങ്കിൽ വരൂ, നമുക്ക് കരികാലനമ്മാമ്മയെ കാണാം. ആ, വന്നാട്ടെ. അങ്ങുന്നേ, ദേഹണ്ണപ്പണിയൊക്കെ കഴിഞ്ഞോ ഗുണാള? ആ രാവിലത്തേത് കഴിഞ്ഞു. ഇനി പാത്രങ്ങൾ കഴുകണം. ആ ഭാരിച്ച പണികളാണ് അങ്ങുന്നേ. അതിനനുസരിച്ചുള്ള പ്രതിഫലവും കിട്ടുന്നില്ല. അതിനെന്താ, ഗുണാളനും വളർമതിക്കും പ്രതിഫലം കൂട്ടിത്തരാൻ നാം തീരുമാനിച്ചു കഴിഞ്ഞു. മറ്റു പല ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് നാം ഉടനെ അനുവദിക്കുന്നുണ്ട്. വളരെ ഉപകാരം അങ്ങുന്നേ. അമ്മാമ്മേ, അമ്മാമ്മയ്ക്ക് എന്നെ മനസ്സിലായോ? മനസ്സിലായോന്നോ? അതെന്തു ചോദ്യം? നമ്മുടെ അനന്തരവൾ ഭൈരവിയെ നാം മറക്കാനോ? ആ, ഇരിക്കി. തൃക്കടയൂർ ക്ഷേത്രത്തിൽ അമ്മാമ്മ അധികാരിയെ സ്ഥാനമേറ്റെന്ന് എന്റെ ഭർത്താവ് പറഞ്ഞ അറിഞ്ഞത്.
അമ്മാമ്മയെ അടിയന്തരമായി ഒന്ന് കാണണമെന്ന് തോന്നി, അതാ വന്നത്. നന്നായി. ഭൈരവി ആദ്യമായിട്ടല്ലേ തൃക്കടയൂരിൽ വരുന്നത്? അല്ല അങ്ങുന്നേ, മുൻ മേലധികാരി അങ്ങുന്നിന്റെ കാലത്തും ഭൈരവി കൊച്ചമ്മ പലതവണ ഇവിടെ വന്നിട്ടുണ്ട്. ആണോ? അല്ല, എന്താ ഭൈരവിയുടെ ഇപ്പോഴത്തെ വരവിന്റെ ഉദ്ദേശം? ഈ ക്ഷേത്രത്തിൽ കുടിപാർക്കുന്ന വള്ളിയമ്മ എന്ന കിളവിയെയും കനിമൊഴി എന്ന അവരുടെ പേരക്കുട്ടിയെയും അമ്മാമ്മ ഈ ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കണം. അമ്മാമ്മ ധനികനും ഉന്നത സ്ഥാനക്കാരനുമായതുകൊണ്ട് എന്റെ വിവാഹത്തിനോ മറ്റു ചടങ്ങുകൾക്കോ വന്നിട്ടില്ല. അതുകൊണ്ട് വള്ളിയമ്മയെയും അവരുടെ പേരക്കുട്ടിയെയും അറിയാൻ വഴിയില്ല. വള്ളിയമ്മ എന്റെ ഭർത്താവിന്റെ അമ്മയാണ്, എന്റെ അമ്മായിയമ്മ. കൂടെയുള്ളത് എന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ മകളും. ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ആട്ടെ, എന്തിനാണ് അവർ ഇവിടെ വന്ന് പാർക്കുന്നത്? അപ്പോൾ നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതെ. രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഏതു പാതാളക്കുഴി പോയി ഒളിച്ചാലും കണ്ടുപിടിച്ചിരിക്കും ഞങ്ങൾ. ഈ ശാപജന്മത്തിന് അവകാശപ്പെട്ട തറവാടും പറമ്പും എന്റെ ഭർത്താവിന്റെ പേരിൽ വ്യവസ്ഥ ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടിനെയും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല ഞങ്ങൾ. അങ്ങനെ നിന്റെ ഭർത്താവിന് അവകാശപ്പെട്ട സ്വത്ത് നൽകാതെ ആധാരവുമായി മുങ്ങി നടക്കുകയാണെങ്കിൽ അവരെ എത്രയും വേഗം പുറത്താക്കേണ്ടത് നമ്മുടെയും കർത്തവ്യമാണ്. നാം നിനക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. മേലധികാരിയുടെ പക്ഷം ചേർന്ന് അധികാര തിരുമേനിക്കെതിരെ സംസാരിച്ച വള്ളിയമ്മ മീനാക്ഷിയൊക്കെ അങ്ങൂന്നിന്റെ നോട്ടപ്പുള്ളികളാ. അങ്ങൂന്ന് അവരെ പുകച്ച് പുറത്ത് ചാടിച്ചിരിക്കും. സമാധാനമായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മാമ്മേ. ആ, അങ്ങനെ ആവട്ടെ. അമ്മാമ്മ ഇത്രയും സ്നേഹത്തോടെ എന്നോട് പെരുമാറുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല വളർമതി. എന്റെ ആവശ്യമിപ്പോ അമ്മാമ്മ നിവർത്തിച്ചു തരുമെന്ന് സമാധാനമുണ്ട് എനിക്ക്. അത് പിന്നെ പറയാനുണ്ടോ? അനന്തരവളുടെ ആവശ്യത്തിനായിരിക്കും ഇനി അങ്ങൊന്ന് മുൻതൂക്കം കൊടുക്കുക. എന്നാലും വളർമതി ഒരുപാട് ചുമതലകളുള്ള ക്ഷേത്രം മേലധികാരിയല്ലേ. തിരക്കിനിടയിൽ ചിലപ്പോ എന്റെ കാര്യം മറന്നെന്നും വരാം. ഇടയ്ക്കിടെ എന്റെ കാര്യം വളർമതി അമ്മാമ്മയെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണം. വെറുതെ ഓർമ്മിപ്പിക്കാൻ മാത്രമല്ല, വള്ളിത്തള്ളയോടും കനിമൊഴിയോടും മീനാക്ഷിയോടും ഒക്കെ അങ്ങൂന്നിന് കടുത്ത പകയുണ്ടാവുന്ന തരത്തിലുള്ള നുണക്കഥകളും ഞാൻ പറഞ്ഞു പിടിപ്പിക്കാം. അങ്ങൂന്നിന് അവരോടുള്ള വ്യക്തിവൈരാഗ്യ ശക്തിപ്പെട്ടാലേ കാര്യങ്ങൾ വിജയിക്കൂ. നിനക്ക് യുക്തമെന്ന് തോന്നുന്നതൊക്കെ ചെയ്തോളൂ. ഞാൻ നിന്നെ വേണ്ട രീതിയിൽ കാണുന്നുണ്ട്. അയ്യോ, പണത്തിന് വേണ്ടിയല്ല കേട്ടോ ഇതൊക്കെ. പിന്നെ തരുന്നത് ഇരു കരവും നീട്ടി ഞാൻ അങ്ങ് സ്വീകരിക്കും. ശരി, എന്നാ ഞാൻ വരട്ടെ. അവള് വീണ്ടും വന്നല്ലോ. എന്താണ് അവളുടെ ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നുമില്ലല്ലോ. എന്നെ അന്വേഷിച്ച് തന്നെ അവര് വന്നത്. എന്റെ ജീവനും കൊണ്ട് അവര് പോവും. അവരാരെ കാണാനാ ക്ഷേത്രത്തിലേക്ക് വന്നത്? മുത്തശ്ശിയും കനിമൊഴി ചേച്ചിയും കാണാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തല്ലോ. വളർമതിയും ഗുണാളനും ഒക്കെ ഉണ്ടല്ലോ അവരുടെ പക്ഷത്ത്. അവരോട് വല്ലതും പറഞ്ഞേൽപ്പിക്കാൻ വന്നതായിരിക്കും. എന്തനീതിക്കും കൂട്ടുനിൽക്കുന്ന ആളാ ഇപ്പോഴത്തെ മേലധികാരി. അയാളെ കാണാൻ തന്നെയായിരിക്കും അവര് വന്നത്. ഒരു മനസ്സമാധാനവും ഇല്ലല്ലോ എന്റെ തൃക്കടയൂരപ്പ.
ഭഗവാനെ, എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുതേ. അതെ, ഭൈരവി വന്നോ? വളരെ സന്തോഷത്തിലാണല്ലോ. കരികാലിന് അമ്മാമ്മ കനിഞ്ഞോ ഭൈരവി? കനിഞ്ഞു. ഓ, ആശ്വാസമായി. കേൾക്കട്ടെ തൃക്കടയൂരിലെ വിശേഷങ്ങൾ. അമ്മാവൻ എന്നെ കണ്ട മാത്രയിൽ തിരിച്ചറിഞ്ഞു. വളരെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ എന്നെ സ്വീകരിക്കുകയും ചെയ്തു. അമ്മാമ്മയുടെ തായ്വഴിയിലുള്ള അനന്തരവളാണ് ഞാനെന്ന് മറ്റുള്ളവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ക്ഷേത്രമേലധികാരിയുടെ അനന്തരവളെന്ന നിലയിൽ നീ തൃക്കടയൂരിലെ ജനങ്ങൾക്കെല്ലാം ആരാധ്യയായി കഴിഞ്ഞു. ഭൈരവിയുടെ ഒരു ഭാഗ്യമേ. നിങ്ങൾക്കൊപ്പം വരാമായിരുന്നില്ലേ? മേലധികാരിയുടെ അനന്തരവളുടെ ഭർത്താവാണെന്ന ആരാധന നിങ്ങൾക്കും കിട്ടുമായിരുന്നല്ലോ. ഓ, ആരാധനയും ബഹുമാനവും ഒക്കെ നിനക്ക് മാത്രം മതി. ആട്ടെ, എന്റെ അമ്മയും അനന്തരവളെയും പുറത്താക്കി തരാമെന്ന് അമ്മാമ്മ സമ്മതിച്ചോ? സമ്മതിച്ചു. അവിടുത്തെ മേൽശാന്തിക്ക് വളരെ ഇഷ്ടപ്പെട്ടവരാ നിങ്ങളുടെ അമ്മയും കനിമൊഴിയും മീനാക്ഷിയും ഒക്കെ. മേൽശാന്തിയെ എന്തോ കാര്യത്തിന് അമ്മാമ്മ ശാസിച്ചപ്പോ വള്ളിയമ്മയും മീനാക്ഷിയൊക്കെ മേൽശാന്തിയെ ന്യായീകരിച്ചു സംസാരിച്ചു. അതിന്റെ രോഷം അമ്മാമ്മയ്ക്ക് മീനാക്ഷിയോടും വള്ളിത്തള്ളയോടും ഉണ്ട്. നന്നായി. മേലധികാരി അമ്മാമ്മ അവരോട് നീരസത്തിലായെങ്കിൽ അവരധികകാലം ക്ഷേത്രത്തിൽ വെച്ച് വാഴിക്കാൻ പോകുന്നില്ല ഭൈരവി. എല്ലാം കൊണ്ടും സാഹചര്യം നമുക്ക് അനുകൂലമാണ്. ഏത് അനുകൂല സാഹചര്യത്തെയും പ്രതികൂലമാക്കുന്ന ഒരു മഹാഭയങ്കരിയുണ്ടല്ലോ, മീനാക്ഷി. അവളെയും കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ അമ്മാമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഭാവിയിൽ ഈ തറവാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള അവസ്ഥ നമുക്കുണ്ടാവരുത്. നീ വിഷമിക്കാതെ. അഥവാ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവുന്നെങ്കിൽ എന്റെ തള്ളയുടെയും പേരക്കുട്ടിയുടെയും മരണം എന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും. കുറച്ചുകൂടെ കാത്തിരിക്കാം.